കണ്ടക്ടറും ഡ്രൈവറും രണ്ടുപേരെയും ആരോഗ്യവകുപ്പ് മന്ത്രി അഭിനന്ദിക്കുകയാണ്. ക്ഷമിക്കണം, ഗതാഗത വകുപ്പ് മന്ത്രി അഭിനന്ദിക്കുകയാണ് CP ജോൺ. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഇരുവർക്കും ഹസ്തദാനം നൽകി ഇരുവരെയും ആദരിക്കുന്നു. പെരുമാതുറയ്ക്കാണ് ഇനി വണ്ടി പോവുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ കേരളത്തിലെ ട്രാൻസ്പോർട്ട് ചരിത്രത്തിലേക്കുള്ള യാത്രയാണ്. 1938 ഫെബ്രുവരിയിൽ നടത്തിയ യാത്ര പോലെ തന്നെ ഐതിഹാസികമായ യാത്രയായി ഇതും മാറുന്നുവെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത്. സാന്ത്വനയുണ്ട്. സാന്ത്വന, ഇപ്പോൾ പെരുമാതുറയ്ക്ക് വണ്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറപ്പെടുകയാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയും ഡ്രൈവറെയും കണ്ടക്ടറെയും ഷീലയും കണ്ടക്ടറെയും ഹസ്തദാനം നൽകി ആദരിച്ചതിനു ശേഷമാണ് വാഹനം ഇപ്പോൾ പുറപ്പെടുന്നത്, അല്ലേ? അരുൺ, സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിന് മുന്നിൽ നിന്നും പ്രിയദർശിനി ബസിന്റെ ഡബിൾ ബെൽ മുഴങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ബസിന്റെ ആദ്യ യാത്രയായ പെരുമാതുറയിലേക്കുള്ള ട്രിപ്പ് ഇതാ ആരംഭിക്കുകയാണ്. ബസ് സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിന് മുന്നിൽ നിന്നും ഇപ്പോൾ പുറപ്പെടാൻ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുണ്ട്, നിരവധി ആളുകൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ തന്നെ ബസ് ഒന്ന് കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അവരൊക്കെ ബസിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്നു. ഈ ബസിന്റെ സാരഥിയായ ഷീല ചേച്ചിയെ കാണുന്നു, കൈ കൊടുക്കുന്നു, ഷീല ചേച്ചിയോടൊപ്പം ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ വലിയ തിരക്കാണ് ബസ്സിന് മുന്നിലും ബസ്സിനകത്തും ഒക്കെ തന്നെയുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷീല ചേച്ചിക്കും വലിയ സന്തോഷമാണ്. മുഖ്യമന്ത്രിയെ വാഹനത്തിൽ ഇരുത്തിക്കൊണ്ട്, അത് ബസ്സിൽ തന്നെ ഇരുത്തിക്കൊണ്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു എന്താ പറയാ, ഒരു ഭാഗ്യമല്ല ഷീല ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ തനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമായി കാണുന്നു. അതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് ഷീല ചേച്ചി നേരത്തെ റിപ്പോർട്ടറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. മുഖ്യമന്ത്രി വന്ന് ഷീല ചേച്ചിക്ക് കൈ കൊടുത്തു, മിടുക്കിയാണെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഇത് അല്പസമയം മുൻപ് ഗതാഗത മന്ത്രിയെ CP ജോണും ഷീല ചേച്ചിയുടെ അടുത്തേക്ക് വന്ന് കൈയൊക്കെ ചേച്ചിയുടെ കൈകളിൽ ഭദ്രമാണ്. സാന്ത്വന, റോഷിപാലുണ്ട്. റോഷിപാൽ, അങ്ങനെ ഷീല ചേച്ചി വളയം പിടിച്ച വണ്ടി ഇപ്പോൾ യാത്ര തുടരുകയാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇനി പെരുമാതുറയ്ക്കാണ് പോവുക. ഒരു വലിയൊരു ആൾക്കൂട്ടം ആഘോഷമാക്കി മാറ്റിയല്ലേ ഈ പ്രിയദർശിനി സൗജന്യ യാത്ര. റോഷിപാൽ, അരുൺകുമാർ, ഇപ്പോൾ KSRTC ബസ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പെരുമാതുറയിലേക്കുള്ള ബസ് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിന് മുന്നിൽ നിന്നും നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര, ആ ബസ്സാണ് ഇപ്പോൾ പെരുമാതുറയിലേക്കുള്ള യാത്രക്കാരുമായി പുറത്തേക്ക് പോകുന്നത്. മുഖ്യമന്ത്രിയും ഒപ്പം ഗതാഗത മന്ത്രിയും ഒക്കെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ ഇറക്കിയതിന് ശേഷം അവർ ആ ബസ് പുറത്തേക്ക് പോകുന്നു. വലിയ ആവേശത്തോടെ ഒട്ടേറെ സ്ത്രീ യാത്രക്കാർ ആ ബസ്സിലുണ്ട്. നേരത്തെ ഈ ബസ് സെക്രട്ടേറിയറ്റിൽ എത്തിയപ്പോൾ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ ഒന്നാകെ ബസ്സിന്റെ പരിസരത്തെത്തി വലിയ ആവേശത്തോടെ മുഖ്യമന്ത്രി അടക്കം മുദ്രാവാക്യം വിളിച്ച് അവിടെ സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കാരണം അവർക്ക് വലിയ പരിഗണന ലഭിക്കുന്നു. സ്ത്രീകൾക്ക് സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇന്നു മുതൽ ഇനി സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് കാണാം, മെഡിക്കൽ കോളേജ്, കാര്യവട്ടം, കഴക്കൂട്ടം, ചാന്നാങ്കര, കഠിനംകുളം വഴി പെരുമാതുറയിലേക്കാണ് ഈ KSRTC ബസ് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര ഈ ആദ്യ ബസ് പോകുന്നത്. ബസ്സിൽ സാന്ത്വനയുണ്ട്. ബസ്സിലെ യാത്രക്കാരുടെയൊക്കെ പ്രതികരണം സാന്ത്വന എടുക്കും. ഏതായാലും ബസ് അങ്ങോട്ടേക്ക് തിരിച്ചു. അല്പസമയത്തിന് സെക്രട്ടേറിയറ്റ് പരിസരത്തുള്ള ആദ്യ സ്റ്റോപ്പ് സ്റ്റാച്യു ആണ്.